കുറെ പാറ്റകളും പഴുതാരകളും ഒന്നും പറയണ്ട. ഇനിയിപ്പോ നാളെ ഡൽഹി അവന്മാർ കത്തിക്കാൻ പോകണമെന്നൊക്കെ പലരും പറയുന്നു. കുറുവടി, വെട്ടുകത്തി, ചുറ്റിക, ആണി, വീട്ടിൽ കിടക്കുന്ന ബണ്ണ്, പാല്, പാൽക്കുപ്പി എല്ലാം കൂടി എടുത്തോ. എന്താ പറയാ, ഈ വരുന്നവരാരും ജൻസികളോ അങ്ങനെയൊന്നും അല്ല. BJP വിരോധമുള്ള ആൾക്കാർ. 24-ലെ ഒരു പരിപാടി, അതിലൊരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ കോക്രോച്ച് പാർട്ടിയുടെ ആളായിട്ട്, എന്തോ ഒരു ഹാരിസ്. അപ്പൊ ഈ പെൺകുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് BJP RSSനെ എതിർത്ത് കഴിഞ്ഞാൽ രാജ്യദ്രോഹി ആകുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പ്രശാന്ത് ശിവൻ പറയാതെ വിട്ടുപോയതാണോ അതോ പറയാൻ ആ സമയത്ത് പറ്റാതായി പോയതാണോ എന്നറിയില്ല. സത്യത്തിൽ പറഞ്ഞ BJPക്കെതിരെ RSSനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊന്നും ഇവിടുത്തെ ഒരു വിഷയമുള്ള കാര്യമല്ല. ആരാണ് നിങ്ങളുടെ അഭിജിത്ത് ദീപക്കോ ദുബയോ അങ്ങനെയല്ലേ പേര്, അഭിജിത്ത്? അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരുന്ന സൗരവ് ദാസ്, ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഇവർ 6-ാം തീയതിയിലേക്ക് പെർമിഷൻ എടുത്തിട്ടില്ല, പെർമിഷൻ എടുക്കാതെ തന്നെ ഇവർ നടത്തും, ഇവരെ തടഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കലാപമുണ്ടാകും, അഭിജിത്ത് ദുബയെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യും, അവിടെ നമ്മൾ അടിയും ബഹളവും ഉണ്ടാക്കും, അങ്ങനെ കലാപം. നല്ല ജനാധിപത്യ ബോധമുള്ള പിള്ളേരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരിരുന്ന് പറയുന്നു. ഇതല്ലേ നമ്മൾ എതിർക്കുന്നത്? ഇതിൽ ഏറ്റവും വലിയ രസം, ഇവര് BJPക്കെതിരെയോ RSSനെതിരെയോ ആണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ രാജ്യദ്രോഹികളാക്കപ്പെടുന്നത് എന്ന് പറയുന്ന എല്ലാ ഊളകളോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെ അറിയാം. ഈ രണ്ട് ചെറ്റകളെ പറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ്. ഷർജിൽ ഇമാമിന് സിലിഗുരി എന്ന ബോർഡർ ക്ലോസ് ചെയ്ത് അവിടെ 5 ലക്ഷത്തോളം മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് അതിനെ ചൈനയും ബംഗ്ലാദേശും ചുറ്റും കിടക്കുന്നവരെല്ലാം കൂടെ ആക്രമിച്ച് കീഴടക്കണം. അങ്ങനെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. സിലിഗുരി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇടനാഴിയാണ്, ആകെ 20 കിലോമീറ്റർ വ്യാപ്തിയുള്ളൂ. ആ റെയിൽവേ ട്രാക്കിന് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ ബംഗ്ലാദേശികളാണ്. ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഇതൊക്കെ ഇവർ ഓപ്പൺലി പ്രസംഗിക്കുന്ന കാര്യമാണ്. ഒരു പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുക. എന്താ ധൈര്യം! പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ലെഫ്റ്റ് ലിബറലുകൾ, ഇടത് ഇക്കോസിസ്റ്റം മുഴുവൻ ഓണാവൂലേ? മനുഷ്യാവകാശം, ആംനസ്റ്റി ഇന്റർനാഷണൽ, BBC ഇന്റർനാഷണൽ, വേറൊരു വൃത്തികെട്ട ചാനൽ ഉണ്ടല്ലോ, അൽ ജസീറ, ഇങ്ങനെയുള്ള ഊളകളെല്ലാം കൂടെ ഇവരുടെ ഇക്കോസിസ്റ്റത്തിന്റെ പുറകുണ്ട്. ആ ധൈര്യമാണ്. പക്ഷെ ആ ധൈര്യമൊന്നും ഇപ്പോൾ വില പോകുന്നില്ല. കാര്യം, രാജ്യത്തിലെ പ്രശാന്ത് ശിവൻ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം ജൻസികളും BJPയുടെ ഒപ്പം തന്നെയാണ്. ABVPയുടെ അംഗസംഖ്യ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ഈ വരുന്നവന്മാർ രാജ്യദ്രോഹികളല്ല എന്ന് ഞാൻ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. BJPക്കെതിരെ, RSSനെതിരെ, മോദിക്കെതിരെ, അമിത്ഷയ്ക്കെതിരെ നമ്മുടെ വിഷയമല്ല. പക്ഷെ ഈ ഷർജിൽ ഇമാമിന്റെ കൂടെ വേറൊരു നാരുണ്ട്, ഉമർ ഖാലിദ്. ഉമർ ഖാലിദാണ് നമ്മളെ ഡൽഹി കലാപത്തിന് അണ്ണൻ വലിയ പ്രസംഗമായിരുന്നു. ഡൽഹി നമ്മൾ പിടിച്ചെടുത്തിരിക്കും, ഈ റോഡിൽ കൂടെ ഒരു വണ്ടിയും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗത്തിന്റെ ഇടയിൽ പുള്ളി പറഞ്ഞത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് മനുഷ്യത്വരഹിതമായ കാര്യമാണ്. നമ്മുടെ പട്ടാളക്കാരെ അവിടെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് കല്ലെറിയുകയും പട്ടാളത്തിന് സ്വതന്ത്രമായി നടക്കാൻ പറ്റാതിരിക്കുകയും പാകിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദികൾ അതുവഴി നുഴഞ്ഞു കയറി ഡൽഹിയിലും മുംബൈയിലും ലക്നൌവിലും അഹമ്മദാബാദിലും ഇവൻ കർണാടക ബാംഗ്ലൂർ വരെ ബോംബിട്ട് പൊട്ടിച്ചപ്പോൾ ഇവന്റെയൊക്കെ മനുഷ്യ സ്നേഹം അവന്റെ അമ്മയെ കെട്ടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കാശ്മീരിൽ കുട്ടികൾ തോക്കും ബോംബും എടുത്തിറങ്ങിയ ആ കുട്ടികൾ ഇന്ന് അവർ തൊഴിലുകൾ ചെയ്യുന്നു, അവിടുത്തെ ചന്തകൾ സജീവമാവുന്നു, ടൂറിസ്റ്റുകൾ വരുന്നു. അത് സഹിക്കാൻ പറ്റാതെയാണ് അവന്മാർ പഹൽഗാം ചെയ്തത്. എന്നാലും നിങ്ങൾ ഇപ്പോഴും പോയി നോക്ക്, പഹൽഗാമിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം 200-ൽ കുറയാതെ ആൾക്കാർ ഇപ്പോഴും പഹൽഗാമിലുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അതാണ്. ഭരിക്കുന്ന ആളുടെ പേര് മോദിയാണ്. പണ്ട് ഇവന്റെയൊക്കെ തന്ത തീവ്രവാദികൾ കാശ്മീർ കീഴടക്കിയിട്ട് അമ്മയുടെ മുലപ്പാല് കുടിച്ചവനുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ലാൽ ചൗക്കിൽ വന്ന് ത്രിവർണ്ണ പതാക ഉയർത്തുമോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് അമ്മയുടെ മുലപ്പാല് കുടിച്ച് ഒരുത്തൻ ഇവിടെ ഉണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ബുള്ളറ്റ് പ്രൂഫും ഇല്ലാതെ, സെക്യൂരിറ്റി ഇല്ലാതെ അവിടെ പോയിട്ട് ലാൽ ചൗക്കിൽ തീവ്രവാദികളുടെ നടുക്ക് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ട് വന്ന മോനാണ്. ആ മോൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ അന്ന് അയാൾ മുഖ്യമന്ത്രി പോലുമല്ല. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ അടുത്ത് നിങ്ങളെ ഈ പാറ്റയും കൂറയും പഴുതാരയൊക്കെ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഈ ഉമർ ഖാലിദിന് നമ്മുടെ പാകിസ്ഥാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് കാശ്മീർ. അത് പാകിസ്ഥാനെ വിട്ടുകൊടുക്കുന്നതിൽ പുള്ളിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ 370 എടുത്തു കളഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രസംഗിച്ചവന്റെ കൂടെ ഇപ്പോൾ ഇന്റർവ്യൂ നടത്തിയ സൗരവ് ദാസ് നിൽക്കുന്ന ഫോട്ടോയാണ് കാണുന്നത്. ബ്രേവസ്റ്റ് മാൻ പോലും, ആഴുക്ക പുല്ലൻ. ഇവനൊക്കെയാണ് ബ്രേവസ്റ്റ് മാൻ. ഇന്ത്യയെ വെട്ടിമുറിക്കണം. അപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയിലുള്ളവന്മാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും പെട്ട ആൾക്കാരല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത്? ഈ 42 മില്യൺ 22 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഇല്ലേ? അപ്പൊ ഇവരെയൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനത്തിലുള്ളവർ വേണ്ട, കാശ്മീരിലുള്ളവർ വേണ്ട എന്ന് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ.
ടോട്ടൽ ഇന്ത്യ അല്ലേ നിങ്ങൾ എടുക്കുന്നത്? അതുപോലെ ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരെ മോദിക്കെതിരെ വ്യക്തിപരമായിട്ടും ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ടും ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നിട്ട് കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കിയ അഭിജിത്ത് അന്ന് ഇവിടെ ഇവൻ ആം ആദ്മി പാർട്ടിയുടെ സൈബർ വിങ് ഹാൻഡിൽ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഇവൻ ഇട്ട ഒരു പോസ്റ്റ് കേസാവുകയും വിവാദമാവുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു പഞ്ചാബിലാണോ ഹരിയാനയിലാണോ അറിയില്ല, അവിടുത്തെ ബാർ കൗൺസിലും കണ്ടാണെന്ന് തോന്നുന്നു ഇവനെതിരെ കേസ് കൊടുത്തത്. ആ കേസ് നിലവിലുണ്ട്, ഇവനെ എന്തായാലും അറസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ഞാൻ എത്തുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യയിലെ ഏജൻസികളെല്ലാം കൂടെ ഇവന്റെ കൂടെ നിൽക്കണം. ഇവൻ തന്തയില്ലായ്മ കാണിക്കും. ഇവൻ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല കാശ്മീർ എന്ന് പറയും. കാശ്മീരിലെ വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും വേണ്ടി കൊടി പിടിക്കുന്നവന്മാരെ ഇവന്മാർ പിന്താങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്നു കയറി ബോംബ് പൊട്ടിക്കുമ്പോൾ പോലും, ആൾക്കാരെ നിഷ്കരണം കൊല്ലുമ്പോൾ പോലും, പഹൽഗാമിൽ 26 പേരെ മതം നോക്കി കൊല്ലുമ്പോൾ പോലും മനുഷ്യ സ്നേഹവും മാനവിക ചിന്തയും ഒന്നും വരാത്ത ഈ കൂട്ടങ്ങളെല്ലാം കൂടി അവനൊക്കെ തോന്നിയ പോലെ ചെയ്തിട്ട് ഇവനൊക്കെ തിരിച്ച് വേറെ രാജ്യത്തോട്ട് മുങ്ങുക, എന്നിട്ട് അവിടെ പോയിട്ട് നന്നായിട്ട് തിന്ന് തീർത്ത് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനാകുമ്പോൾ ഇവിടെ കേസ് നിലനിൽക്കുന്നുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാവരെയും കൂടെ ഇവന്മാർ അതും ഇതൊക്കെ കാണിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വട്ടം നിൽക്കണം. ഇതാണ് ഇവന്റെ ആഗ്രഹം. അപ്പൊ ഇവ ഇപ്പോൾ നാളേറ്റ വരുന്നുണ്ട്. ഇവൻ വരുന്നത് പ്രമാണിച്ചാണ് ഈ കോക്രോച്ച് പാർട്ടി ഈ പരിപാടി ഒപ്പിക്കുന്നത്. ഇവര് നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ചെയ്ത കലാപരിപാടി ചെയ്യാനുള്ളൊരു ചെറിയ ശ്രമമാണ്. ഇവന്മാരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോ സോഷ്യൽ മീഡിയ ഐ ഡിയിലൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്ന് മോദിയെ ഞെട്ടിക്കളയും, ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇവർ പറയുന്നതിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം, നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിവാദമാണ്. ചോദ്യപേപ്പർ ചോർച്ച ഒരു പുതിയ സംഭവമൊന്നുമല്ല, പക്ഷെ അത് ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനുണ്ട്, അതിന്റെ മന്ത്രിക്കുണ്ട്. ഇനി ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കുന്നത് സർക്കാരിന്റെ പരാജയം കൂടിയാണ്. ഇതിന്റെ പിന്നിൽ ഈ ചോർച്ചയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ കർശനമായി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ ചോർച്ച തടയുക എന്നുള്ളതൊക്കെ ഇമ്പോസിബിൾ ആണ്. ഇത് എവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നതെന്നും എങ്ങനെയാണത് കാര്യങ്ങൾ ആരുടെ കൈവഴിയൊക്കെയാണ് പോകുന്നത് അറിയില്ല. ഇവർ മനഃപൂർവ്വം ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഈ കൂട്ടത്തിൽ തന്നെ എതിർ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണെങ്കിലും ഇത് ചോർത്താൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാൻ മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചോർച്ച ഇനിയും സംഭവിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിന്റെ നിരീക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അതുവഴി നടക്കുന്നു. പക്ഷെ ഇവന്മാരുടെ ഉദ്ദേശം അതൊന്നുമല്ല. ഈ ഉമർ ഖാലിദിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അവൻ വീരനാണെന്ന് പറയുക, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറയുന്ന തെണ്ടികളെ രാജ്യദ്രോഹികളെന്ന് തന്നെ പറയുള്ളൂ. ജെൻസികളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഉദാഹരണം മാത്രം ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതായത് റെയിൽവേ ട്രാക്കുകളിൽ കക്കൂസിലെ തീട്ടം ട്രാക്കിൽ വീഴാതിരിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാതെ, അതിന് പോലും മെനക്കെടാതെ കുറെ സർക്കാരുകൾ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു. ഈ ഊള സർക്കാരുകളൊക്കെ ഭരിച്ചിരുന്നത് കണ്ടവരാണ് 80s 90s. ഈ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള സകല എന്താ പറയാ ഊളകളും എന്തുകൊണ്ടാണ് 80s 90s ഒക്കെ ഇറങ്ങണമെന്ന് പറയാതെ ജെൻസിയെ മാത്രം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 10, 15, 16 വയസ്സായപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, നിങ്ങൾ കാണുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ട്രെയിനുകൾക്കെല്ലാം തന്നെ ആധുനിക സൗകര്യമുള്ള കക്കൂസുകളുണ്ട്. ഈവൻ ദോ റെയിൽവേ ട്രാക്കിൽ തീട്ടം പോലും നിങ്ങൾ കാണാറില്ല. പൊതു ഇടങ്ങളിലെല്ലാം ധാരാളം കക്കൂസുകളുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം എയർപോർട്ടുകൾ വന്നു. മാത്രമല്ല ഇവരുടെകളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നല്ല പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിച്ച് ആൾക്കാർ പൈസകൾ സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേര് ജീവിക്കുന്നുണ്ട്. അതുവഴി സിനിമകളിൽ അവസരം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെ പണ്ടേ ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ 3G ഒക്കെ ലോകം മുഴുവനുമായിട്ടും അത് തരാതെ, അത് തടഞ്ഞു വെച്ചുകൊണ്ട് 2G മാത്രം നൽകിക്കൊണ്ട് 2Gയുടെ സാധനങ്ങൾ മുഴുവൻ ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ച ഒരു കൂടെ സർക്കാർ ഈ രാജ്യത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അഴിമതികളും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളും രാജ്യത്തിന്റെ ദാരിദ്ര്യവും രാജ്യത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെയും അവയുടെയൊക്കെ ആ ഒരു വൃത്തികേടും അന്തരീക്ഷങ്ങളും എല്ലാം കണ്ട്, കലാപങ്ങൾ ഉൾപ്പെടെ കണ്ട് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളടുത്ത് വന്ന് ഈ പോയി കലാപം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഏൽക്കൂല, നിങ്ങളടുത്ത് പറഞ്ഞാൽ ഏൽക്കും എന്നവർ കരുതുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി തലമുറ എന്ന് പറയുന്നത് അത്ര കണ്ട് വിഡ്ഢികളൊന്നുമല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഈ SFI, AISF, KSU, NSU തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് എതിർചേരിയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് ഇപ്പോൾ ഈ പാർട്ടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന രാജ്യത്തെ ജെൻസി മുഴുവനും അല്ല. നിലവിൽ BJPക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം കൂടി 60, 70 വയസ്സുള്ള ജെൻസികൾ വരെ ഇവരുടെ അക്കൗണ്ടിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. അങ്ങനെ നല്ല പ്രായമുള്ള ജെൻസികൾ വരെ ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവൻ ഈ ചെയ്യുന്നത്. ഇവൻ പണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തുകൊണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലാന്ന് 370 എടുത്തു കളഞ്ഞ തെറ്റായി പോയി എന്നും അതിനെ ഇന്ത്യയെ വിമർശിക്കുകയൊക്കെ ചെയ്തതിന്റെ
ബലമായിട്ട് ഇവന്റെ പേരിൽ നിൽക്കുന്ന കേസിൽ ഇവനെ എടുത്ത് അകത്തിടും എന്നുള്ള ഒരു കാരണം നിലനിൽക്കുന്നുണ്ട്. വരുമ്പോൾ പേടിയുള്ള എല്ലാവരും കൂടെ എൻ്റെ ചുറ്റും നിൽക്കണേ, എന്നെ ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്യും, ഞാൻ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് അണ്ണൻ വരെയാണ്. അത് മാത്രമാണ് ഉദ്ദേശം. ഇതുപോലെ ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർ രാജ്യദ്രോഹികളാണ്, തെമ്മാടികളാണ്. അതിൻ്റെ പേരിൽ ഏത് ചെറ്റ വന്ന് സംസാരിച്ചാലും ഞാൻ ഇത് തന്നെ പറയും. മനസ്സിലായില്ല? അല്ലാതെ BJP-യെ, RSS-നെ, നരേന്ദ്രമോദിയെന്ന് വിമർശിച്ചെന്ന് കരുതിയിട്ട് ഇവനെ ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. ഇവനെയൊന്നും ഞങ്ങളാരും മൈൻഡ് ചെയ്യാനും പോലും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വിഘടനവാദികളുടെ തോളിൽ കൈയിട്ട് അവന്മാരുടെ കാലും നക്കി കാശ്മീരിനെയൊക്കെ പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്ന നാറുകളുമായിട്ടൊക്കെ കൂട്ടുകൂടിയാൽ അത് നിങ്ങളെ ദ്രോഹികളായിട്ട് തന്നെ കണക്കാക്കും. ജയ് ഹിന്ദ്.